കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു എറണാകുളത്ത്. നേരെ ഇപ്പോൾ റോഡ് ഉപരോധിച്ച് കോഴിക്കോട് KSRTC റോഡ് ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് ലീഗ് കടന്നിരിക്കുന്നു. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ DMO ഓഫീസിന് മുന്നിലും എറണാകുളത്തെ DMO ഓഫീസിന് മുന്നിലും തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിക്ക് മുന്നിലുമൊക്കെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു. ഇത് കോഴിക്കോട്ടെ ദൃശ്യങ്ങളാണ്. കോഴിക്കോട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുന്നു. പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിൽ പോലീസ്. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, വലിയ പ്രതിഷേധമാണ്. ഇപ്പോഴും റോഡ് ഉപരോധിക്കുകയാണോ? അവിടെ നിന്ന് പ്രവർത്തകരെ പോലീസ് മാറ്റിയോ? വിവരം. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. അല്പസമയം മുൻപാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഇത്തരത്തിലൊരു ഉപരോധം സംഘടിപ്പിച്ചത്. വലിയ ഗതാഗതക്കുരുക്കിലേക്ക് നീങ്ങിയ വലിയ സംഘർഷം, വലിയ പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ഒരു വിഷയത്തിൽ. അങ്ങനെയാണ് KSRTC സ്റ്റാൻഡിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ആവശ്യം. ഇവിടെ നിന്നും പോലീസ് ഇവരോട് നീങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ തയ്യാറായില്ല. ഇതോടുകൂടി പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ നിന്നും പൂർണ്ണമായും നീങ്ങാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് വാഹനത്തിലേക്ക് പോലീസ് പിടിച്ച് കയറ്റുന്നത്. വലിയ പ്രതിഷേധമാണ് യൂത്ത് ലീഗ്. കോട്ടയത്തെ ആശുപത്രി കെട്ടിടം തകർന്ന് മരണമുണ്ടായ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് ലീഗ് നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് കോഴിക്കോടും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പോലീസിന് പൂർണ്ണമായും പ്രവർത്തകരെ വാഹനത്തിനകത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ വാഹനത്തിനകത്തേക്ക് പോലീസ് കയറ്റിവിടുകയാണ്. തിരക്കേറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഗതാഗത കുരുക്കാണ് ഈ ഉപരോധത്തിന്റെ ഭാഗമായി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. കടുത്ത പ്രതിഷേധം യൂത്ത് ലീഗ് നടത്തുന്നു. അവിടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിന് മുന്നിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് റോഡ് ഉപരോധിക്കുന്നത്. അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലും എറണാകുളത്ത് DMO ഓഫീസിന് മുന്നിലും യൂത്ത് ലീഗ് പ്രതിഷേധിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട് പലയിടങ്ങളിലായി. നേരത്തെ ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. അവിടെ നിന്നും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുകയായിരുന്നു. കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം ഈ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സംഭവസ്ഥലത്ത് അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിൽ നേരത്തെ മുഖ്യമന്ത്രി എത്തിയത്. അധികൃതരുടെ അനാസ്ഥയാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് ആരോപിച്ചുള്ള പ്രതിഷേധം പ്രതിപക്ഷം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. അവിടെ നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ പ്രതിഷേധിച്ചിരുന്നു. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം MLA-മാരായ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായിരുന്നത്. 14-ാം വാർഡിൽ ശുചിമുറിയുടെ ഭാഗത്ത് ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായി. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാൻ
മന്ത്രിയുടെ വാക്കുകൾ കാരണമായി എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നത്. മരണകാരണം മന്ത്രിയാണ് എന്നാരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കെട്ടിടമിടിഞ്ഞു വീണ ഒരാൾ മരിച്ചത്. ആ സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. കലക്ടറുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടി എന്നാണ് നേരത്തെ കോട്ടയം ജില്ലാ കലക്ടർ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വന്നപ്പോൾ മന്ത്രിമാരായ VN വാസവൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, കലക്ടർ, DMO ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് എന്നതിലേക്ക് തീരുമാനം എത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കലക്ടർ പറയുന്നു.